ഇപ്പോൾ ഈ വിലാപയാത്ര നങ്ങ്യാർ കുളങ്ങരയിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നും ഗോകുലുണ്ട്. ഗോകുൽ, VS-ന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര അത് കടന്നു വരികയാണ്. ആലപ്പുഴ ജില്ലയിലൂടെ നങ്ങ്യാർ കുളങ്ങരയിലേക്ക് എത്തുന്നു. കരിയിലക്കുളങ്ങര കഴിഞ്ഞ് നങ്ങ്യാർ കുളങ്ങരയിലേക്ക് എത്തുകയാണ്. ഗോകുൽ, പറയാം. VS-ന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് അടുക്കുകയാണ്. ജന്മനാടിനോട് അടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള ആലപ്പുഴയിൽ യാത്ര പ്രവേശിച്ചു. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളുടെ ആ അഭിവാദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നങ്ങ്യാർ കുളങ്ങര ഭാഗത്തേക്ക് ഈ വിലാപയാത്ര എത്തിച്ചേരുന്നുണ്ടാവും. ഇവിടെയും സമാനമായി തന്നെ വലിയ ജനസഞ്ചയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു വാഹന വ്യൂഹത്തെ നോക്കി നിൽക്കുകയാണ്. കരിയിലക്കുളങ്ങരയിൽ നിന്നും ആ വാഹന വ്യൂഹം പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്ക് എത്തിച്ചേരും. ഇവിടെയും പ്രായഭേദ വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ അദ്ദേഹത്തെ VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാമെന്നാണ് തോന്നുന്നത്. ചേട്ടാ, VS നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ വികാരമായിരുന്നു? VS ഒരു വികാരമല്ലേ, ജനങ്ങളുടെ മൊത്തം ഒരു വികാരം, കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ഒരു വികാരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് അതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ഒരു ഏറ്റവും ശക്തനായ ഒരു നേതാവ്, ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. പുള്ളിയെ പോലെ ഒരാളുണ്ടാകത്തില്ല, VS-നെ പോലെ ഒരാളുണ്ടാകത്തില്ല. ശരി ശരി. നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ കൂടിയാണ്. അതെ, ഞങ്ങളുടെ ചങ്കാണ്. അതാണ് ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നത്. എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നില്ല? നമ്മൾ അടുത്ത വീട് വൈകുന്നേരം മുതൽ കാത്തിരിക്കുകയാണ്. എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടുത്തെ അടുത്ത് തന്നെ, ചേപ്പാട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിൽ എന്താ പറയുക? അദ്ദേഹത്തിൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ജാതീയമായി പുറന്തള്ളപ്പെട്ടവർക്കും വേണ്ടി 20-ാമത്തെ വയസ്സ് മുതൽ പോരാടി കേരളത്തെ, ഇന്നത്തെ പരിഷ്കൃത കേരളത്തെ സൃഷ്ടിച്ച നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് കേരള ജനതയ്ക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മൊത്തം സഹിക്കാൻ പറ്റാത്ത വേർപാടാണ് VS-ന്റെ വേർപാട്. അദ്ദേഹം തെളിച്ച പാതയിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇനി തുടർന്ന് മുന്നോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കും. തീർച്ചയായിട്ടും. ചേട്ടാ, എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലോകത്ത് തന്നെ ഇതുപോലൊരു നേതാവിനെ കിട്ടാൻ ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച, ജീവിതകാലം ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലേക്ക് പൂർണ്ണ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഉണ്ടായ ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ പോലൊരു നേതാവ് ഇനി ഉണ്ടാകണമെങ്കിൽ ഒത്തിരി പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇനിയുള്ള ജനങ്ങൾ, ഇതിപ്പോഴുള്ള നേതാക്കന്മാരുണ്ടായെങ്കിൽ മാത്രമേ ഇനിയുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ള നീതി ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രേരണയും മാതൃകയും ഒക്കെ ആണെന്നുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. നല്ലൊരു നേതാവായിരുന്നു. ഇതിൻ്റെ വേർപാട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദുഃഖകരമാണ്? ശരി. എന്തായാലും ചേച്ചി, എന്താണ് VS-ന്റെ വേർപാടിനെ പറ്റി പറയുന്നത്? ഒരു പാർട്ടിയുടെ അനുഭാവിയല്ല, പക്ഷെ VS-നെ കാണാൻ വേണ്ടി മാത്രം വന്നു. അദ്ദേഹത്തെ എത്രത്തോളം ഇഷ്ടമായിരുന്നു? അതെ അതെ, എത്രയോ ഇഷ്ടമാണ്. എന്താണ് അദ്ദേഹത്തെ അത്ര ഇഷ്ടമാക്കാൻ? നമ്മളത് ജനിച്ച സമയം തൊട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. ചേട്ടാ, എന്താ പറയുക? നമ്മളൊരു വിപ്ലവ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയാം. ഇതുപോലെ ഒരാളെ ഇനി നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവനെന്താ പറയാനുള്ളത്? വിഷമമുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു VS. അതിനെയാണ് പ്രായഭേദമില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. കുട്ടികളും മുതിർന്നവരും അടക്കം ആ ഒരു വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഒപ്പം രാഷ്ട്രീയ ഭേദവുമില്ല, ഒരു രാഷ്ട്രീയവുമില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളല്ല. അങ്ങനെയുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട്, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതേ വികാരത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഒരു CPM പ്രവർത്തകൻ്റെ, ഇടതുപക്ഷ പ്രവർത്തകൻ്റെ അതേ വികാരത്തോടും അതേ ദുഃഖത്തോടും കൂടി സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇവിടെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആ നേതാവ് എത്രത്തോളം ജനകീയനാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ചേട്ടാ, എത്ര നേരമായിട്ട് കാത്തിരിക്കുകയാണ്? ഒരു മണിക്കൂർക്കുള്ളിൽ ആണല്ലേ. എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട്? വളരെ സങ്കടകരമായ കാര്യമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവാണ്.
കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് അങ്ങനെ തന്നെ നിലനിൽക്കുമല്ലേ? അതെ അതെ തീർച്ചയായും. തീർച്ചയായിട്ടും. എന്തായാലും അത് തന്നെയാണ്. ചേട്ടാ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് VS-ന്റെ വേർപാടിനെ? വളരെ വിഷമമാണ്. ഇതുപോലൊരു ആളിനി ഉണ്ടാവത്തില്ലല്ലോ. എന്തായാലും വളരെ വൈകാരികരമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിന് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്, അന്ത്യ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ നങ്ങ്യാർകുളങ്ങരയിലേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്കിടയിലൂടെ അദ്ദേഹം വീണ്ടും ഒരു യാത്ര കൂടി നടത്തുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നടന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. കുന്നും മലയും പുഴയും ഒക്കെ കടന്നുകൊണ്ട് ഈ സാധാരണക്കാരുടെ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കും അവർക്ക് നീതിക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് നടന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ്. അവർക്കിടയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്, ഒരു നേതാവ് കൂടിയിട്ടാണ് VS അച്യുതാനന്ദൻ. അതേ ജനങ്ങൾക്കിടയിൽ, അദ്ദേഹത്തിൻ്റെ അതേ പ്രിയപ്പെട്ടവർക്കിടയിൽ കൂടി ഒരിക്കൽ കൂടി അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. പക്ഷേ അത് ചേതനയേറ്റ ശരീരമായിട്ടാണ് എന്ന് മാത്രമെങ്കിൽ പോലും ആ ഒരു അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രേരണ അത് ഇപ്പോഴും അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവരുടെ ഈ മുദ്രാവാക്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നും VS എന്ന് പറയുന്ന നേതാവും VS എന്ന് പറയുന്ന വ്യക്തിയും ഓരോ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല ഓരോ സാധാരണക്കാർക്കും വലിയ പ്രചോദനവും വലിയ പ്രേരണയും മാതൃകയും ഒക്കെയാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അല്ലെങ്കിൽ ഓരോ കാലഘട്ടവും അതുപോലെ തന്നെ വലിയ പ്രേരണാദായകമായിട്ട് ഉണ്ടായിരുന്നതാണെന്ന് പറയാൻ സാധിക്കും. അമ്മേ, പറയാനുള്ള ഞങ്ങളുടെ VS ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഒരിക്കലും ഞങ്ങളുടെ VS മാഞ്ഞു പോയില്ല. മരിച്ചെന്നേ ഉള്ളൂ. നേതാക്കളുണ്ടാകാം, സഖാക്കളുണ്ടാകാം, പക്ഷെ VS-ന് പകരം ഒരാൾ പോലും ഉണ്ടാവില്ല. VS അല്ലാതെ ഈ ലോകത്ത് മറ്റൊരാളും ഉണ്ടാകില്ല. ധീര സഖാവേ VS. ഞങ്ങളുടെ ആവേശമാണ്, ഞങ്ങളുടെ വികാരമാണ് ഈ പറയുന്നത്. VS ഒരിക്കലും മരിക്കില്ല. ഞങ്ങളുടെ മനസ്സിലൂടെ എന്നും ജീവനുള്ളിടത്തോളം കാലം VS കാണും. VS ഒരിക്കലും മരിക്കില്ല. അത്ര ധീര സഖാവാണ്. ഞങ്ങളുടെ മാർഗദർശിയാണ്. സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. പുന്നപ്പുറയുടെ ഓമനപുത്രനാണ്. ആലപ്പുഴയുടെ അഭിമാനമാണ് VS. ഇതിൽ കൂടുതൽ എന്താണ്? VS-ന് പകരം വയ്ക്കാൻ VS അല്ലാതെ ഈ ലോകത്തൊന്നുമില്ല, മറ്റൊന്നുമില്ല. കണ്ട അനുഭവമൊക്കെ ഉണ്ട്. അരിപ്പാട്ട് ഞങ്ങൾ യോഗത്തിനൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റു മുതിർന്നവർ പറഞ്ഞുള്ള അറിവുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങളുടെ സഖാവ് ഞങ്ങളുടെ ധീര സഖാവാണ്. ഒരിക്കലും മായാത്ത ഒരു സഖാവാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞങ്ങൾ ഒരുപാട് ദുഃഖിതരാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി പോലെ TV കണ്ടും ഉറക്കം വിളിച്ചിരിക്കുവാണ്. എപ്പോൾ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ആവേശത്തിലിരിക്കുകയാണ്. ഞങ്ങളുടെ വികാരമാണ് VS. ഞങ്ങളുടെ അഭിമാനമാണ് VS. ഓമനപുത്രനാണ്. VS സ്വർഗത്തിലോട്ട് തന്നെ പോയേക്കുന്നത്. അതുപോലെ നല്ല പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാൻ ഈ കർക്കടകത്തിൽ തന്നെ വാവിൻ്റെ നാളെ വാവല്ലേ, പിന്നെ ഉടലോടെ സ്വർഗത്തിൽ എന്ന് പറയുന്ന പോലെ VS പോയേക്കും. ഇനി ഇല്ല എന്നുള്ളൊരു ഇല്ല ഒന്നും ഒരിക്കലും പറയാനൊക്കത്തില്ല. എന്നും എല്ലാ മനസ്സിലും ജീവിക്കും. അതെ. അതെ അതെ സെതു, സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് അവരുടെ മനസ്സിലാണ് VS എന്നാണ് പറഞ്ഞത്. സഖാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഗോകുൽ ആ പ്രതികരണങ്ങളൊക്കെ. പിന്നെ മറ്റൊരു കാര്യമാണ് ഗോകുൽ, ഇപ്പൊ ഞാനും ഗോകുലും നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ നമ്മൾ കാണുന്ന നേതാവാണ് VS. നമ്മൾ അറിയുന്ന നേതാവാണ് VS. നമ്മൾ വായിച്ചറിഞ്ഞ നേതാവാണ് VS. VS-ന്റെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അത്രമേൽ അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു VS ആണ് സ്വന്തം നാട്ടിലേക്ക് നിശ്ചലനായി മടങ്ങിയിരുന്നത്.